ചിന്തിച്ചിട്ട് മതി 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 അതോടേക്ക് ഞാൻ എഴുതിക്കും. പ്രിയപ്പെട്ട സഹോദരി, നിങ്ങളുടെ കത്ത് വായിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ ഭർത്താവ് ഒരു ഭയങ്കരമായ ഈഗോവാദിയാണ് എന്നാണ്. എത്ര കാലം ഇത് എഴുത്തു തുടങ്ങിയിട്ട്? ഈഗോവാദിയാണ് എന്നാണ്. ഭാര്യയോടൊരൽപ്പം സ്നേഹത്തോടുകൂടി പെരുമാറുകയോ ഒന്ന് ചിരിക്കുകയോ ചെയ്താൽ താൻ കുറഞ്ഞു പോകുമോ എന്നുള്ള തോന്നലാണ് അയാൾക്ക്. എന്താണ് കുന്തെന്ന്? ഭാര്യയോടൊരൽപ്പം സ്നേഹത്തോടുകൂടി പെരുമാറുകയോ അവളെ നോക്കി ഒന്ന് ചിരിക്കുകയോ ചെയ്താൽ താൻ കുറഞ്ഞു പോകുമോ എന്നുള്ള തോന്നലാണ് അയാൾക്ക്. ഇത് എന്തത്ര മനസ്സിലാവാത്തതുള്ളത്? ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ദാമ്പത്യ ജീവിതം പറഞ്ഞിട്ടുള്ളതല്ല. സംഭവിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നല്ല, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തിനാ ഇനി ചേർക്കണത്? പറയുന്ന എഴുതിയ പോരെ. നിങ്ങൾ സ്നേഹസമ്പന്നയായ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ഇത്രയും കാലം ആ മുരടനായ ഭർത്താവിനോടൊപ്പം ജീവിച്ചത് തന്നെ. പാവ സ്ത്രീ എന്നെ നോക്കിക്കൊണ്ടിരിക്കണത് എന്തിനാണ്? ഇനി ഭർത്താവിനോട് പറയേണ്ട ചില കാര്യങ്ങൾ. ഭാര്യ ഒരിക്കലും ഭർത്താവിന്റെ അടിമയല്ല. എന്താണ്? ഭാര്യ ഭർത്താവിന്റെ അടിമയല്ലാന്ന്. ഭർത്താവിന്റെ സ്നേഹവും പരിചരണവും കരുതലും ഭാര്യ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ആ മുരടനെ പറഞ്ഞ് മനസ്സിലാക്കുക. അതെങ്ങനെ മനസ്സിലാക്കിക്കും? അല്ല, മുരടനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അവരെങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിച്ചോളും. അതിന് നിനക്കെന്താണ്? നമ്മൾ എഴുതിയ പോരെ. എന്നാ എഴുത്. ഉദാഹരണത്തിന്, നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ, വേണ്ട, ഒരു ഗ്ലാസ് പാല് കുടിക്കുമ്പോൾ ഭാര്യ കുടിച്ചിട്ടുണ്ടോ? ഭാര്യ കുടിച്ചിട്ടുണ്ടോ? ഇല്ല, കുടിച്ചിട്ടില്ല എന്ന് ചോദിക്കുക. ഇല്ല എന്നാണെങ്കിൽ അതിൽ നിന്നും ഒരൽപ്പം അവൾക്ക് കൊടുക്കുക.